ഓട്ടോ വരുന്നുണ്ട്. കേരളമാണ്. ഞങ്ങൾക്ക് CBI ഓഫീസ് വരെ പോകണം. നിങ്ങളോട് അകത്തേക്ക് എല്ലാം പറഞ്ഞു. ഇരിക്കൂ. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തോമസ് നിങ്ങളാണോ? അതെ സാർ. ഈ കേസ് CBI അന്വേഷണത്തിനായി സുപ്രീം കോടതിയിൽ നിന്നും ഉത്തരവായിട്ടുണ്ട്. അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. അതിനാ വരാൻ പറഞ്ഞത്. സേതു, പ്ലീസ് കം ഹിയർ. സ്റ്റേറ്റ് പോലീസ് റെഫർ ചെയ്തൊരു കേസ് വീണ്ടും CBIയുടെ അന്വേഷണത്തിൽ വരിക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. ഈ കേസിൽ ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളും ഊഹാപോഹങ്ങളും വെച്ച് മാത്രം ഈ കേസ് അന്വേഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ സേതു, യു ആർ ഡെപ്യൂട്ടഡ് ഫോർ ദ എൻക്വയറി ഓഫ് ദി ഓമനാസ് കേസ്. താങ്ക് യു സർ. മിസ്റ്റർ സേതുരാമയ്യർ, DYSP CBI, ഇദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഇത് തോമസ്, അദ്ദേഹത്തിന്റെ മകൾ ആനി, കംപ്ലൈനൻസ്. സേതുവിന് നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. സേതു, പ്ലീസ് ടേക്ക് സർ. വരും. സാർ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യമേ പറയാവൂ. ഞാൻ സത്യമേ പറയൂ സാർ. വരൂ. ഇരിക്ക്. ഓമനയും സണ്ണിയും തമ്മിൽ പ്രേമവിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓ. ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ സാമ്പത്തികമായി വളരെയേറെ അന്തരമുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു വിവാഹം നടന്നുകൂടാ എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ചോദിക്കാം, ഈ വിവാഹത്തിന് പുറകിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ചേച്ചിയുടെ കല്യാണം നടന്ന കാലത്ത് ഔസേപ്പച്ചൻ സാധാരണക്കാരനായിരുന്നു. എന്റെ മകളാണ് ഔസേപ്പച്ചന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് ഔസേപ്പച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ ഇപ്പൊ അത്ര നല്ല രസത്തിലല്ല അല്ലേ? അല്ല. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. ഈ 5 വർഷത്തിനിടയ്ക്ക് നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? പറയാ സർ. കമാ, പറയൂ. ഇങ്ങോട്ട് വാ. വാന്ന് ചെല്ലേ. ഇതെന്റെ മൂത്ത മകളോ ഓമന. മോളെ, കാപ്പി എടുത്തു കൊടുക്ക്. മോളകത്തേക്ക് പോ. എങ്ങനെയുണ്ട്? ചുമ്മാ ഇരിക്കടി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്റെ മകന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇനി പെണ്ണിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്റെ തീരുമാനം എന്റെ മോൾ അനുസരിക്കും. എന്നാലും പെട്ടെന്നൊരു കെട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ. ഈ കാര്യത്തിൽ വളച്ചുകെട്ടൊന്നുമില്ല തോമാച്ച. എന്റെ മോന് പെണ്ണിനെ ഇഷ്ടപ്പെടണമായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ടു. ആ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇനി തോമാച്ചിന്റെ തീരുമാനം പറഞ്ഞാ മതി. കെട്ട് വലിയ നോമ്പ് കഴിഞ്ഞു പോരെ? അതൊക്കെ തോമാച്ചന്റെ ഇഷ്ടം. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്ത്രീധനത്തിന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട. തോമാച്ചന്റെ മകൾ, തോമാച്ചൻ എന്ത് ഇഷ്ടമോ അത് ചെയ്യാം. ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല.
ഗോഡ് ബ്ലസ് യു. അങ്ങനെ പരാതിയും കൊണ്ട് വന്നവൻ അകത്തായി. അങ്ങനെ വിസ്തരിച്ച് വിളിച്ചില്ല എന്ന് പറഞ്ഞവരാരും വരണ്ട. തോമാച്ച 4:30 രാഹു തുടങ്ങും. അത് മുമ്പ് വീട്ടിൽ കയറണം. ശരി മോളെ, വാ, ഇറങ്ങാൻ നേരമായി. വാ. വാടോ. പോട്ടെ. വിവാഹത്തിന് ശേഷമുള്ള അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. ഇടയ്ക്ക് സണ്ണിച്ചേനും ഓമന ചേച്ചിയും വീട്ടിലേക്ക് വരും. സമയം കിട്ടുമ്പോൾ ഞാനും അപ്പച്ചനും അങ്ങോട്ട് പോകും. ജോണിക്കുട്ടിയുടെ സഹായത്തിൽ അവസേപ്പച്ചൻ ചെറിയൊരു ബിസിനസ് തുടങ്ങി. ആരായി ജോണിക്കുട്ടി? സണ്ണിച്ചായന്റെ പെങ്ങളുടെ ഭർത്താവ്. എന്ത് ബിസിനസ് ആയിരുന്നു തുടങ്ങിയത്? ചെറിയ കോൺട്രാക്ട് വർക്കുകളായിരുന്നു ആദ്യം. ബിസിനസ് വളർന്നോടുകൂടി സണ്ണിച്ചായന് തിരക്കായി. അതോടുകൂടി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു. എന്നുവെച്ച് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു കുറവും ഉണ്ടായില്ല. ഹലോ, സ്പീക്കിംഗ്. എന്നാ കമലം, എന്നാ പ്രോബ്ലം சொல்லு. ഗിവ് ടു ഹിം. ഒരു മിനിറ്റ്, വീട്ടിൽ നിന്ന്. രാജ, അപ്പ ഹിയർ. Be a good boy and go to school. No, you must go to school. Okay? When Appa comes in the evening, I'll bring you eclairs, chocolates, everything. Okay? Promise. Okay. പറയ്. ഒരു ദിവസം അവസേപ്പച്ചൻ അപ്പച്ചനെ കാണാൻ വീട്ടിലേക്ക് വന്നു. ഞാനും ജോണിക്കുട്ടിയും കൂടി ഒരു ചെറിയ റേഞ്ച് പിടിച്ചിട്ടുള്ള കാര്യം തോമാച്ചന് അറിയാമല്ലോ. എന്റെ വീടും പറമ്പും അതിന്റെ ഈടിനായി ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ടാ ഇപ്പോഴും ഇങ്ങനെ ഏർപ്പാട് വേണ്ടി വന്നത്. ബാങ്കിൽ നിന്നുള്ള ലോൺ ഇത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോഴാ വേറൊരു പ്രശ്നം, അവർക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണമെന്ന്. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ തോമാച്ചന്റെ അടുത്ത് വന്നത്. കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാനില്ലാത്തതുകൊണ്ട് പാസ്സായ ലോൺ വെറുതെ കളയണോ? ലോൺ കിട്ടിയില്ലെങ്കിൽ പാലമ്പണിയുടെ കോൺട്രാക്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനാവില്ല. തോമാച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. ഔസേപ്പച്ചൻ നന്നാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും ഒരു വാക്ക് ഞാൻ ആനിയോട് കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ശരി. അപ്പച്ചൻ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ. ശരി, നീ ആ പ്രമാണം കേട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, നമുക്ക് നല്ലതേ വരൂ. തോമാച്ചന് ഇതെപ്പോ തിരിച്ചു വേണമെങ്കിലും ശരി 1 മാസത്തെ അവധി എനിക്ക് തന്നാ മതി. തോമാച്ചൻ ബാങ്ക് വരെ ഒന്ന് വരേണ്ടി വരും. ഞാൻ അറിയിക്കാം. ഗ്യാരണ്ടിയിൽ ഒപ്പിടാനാ. എപ്പ വിളിച്ചാലും ഞാൻ വരാം. അങ്ങനെ ഔസേപ്പച്ചൻ പ്രമാണവും വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഔസേപ്പച്ചന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അയാൾക്ക് കാറായി, വീടായി, ജോലിക്കാരായി, വേറെ പല ബിസിനസ്സും തുടങ്ങി. പുത്തൻ പണക്കാരൻ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ അത് കണ്ടു സാർ. പ്ലാക്കൂട്ടത്തിൽ ഈ തോമായുമായിട്ടുള്ള ബന്ധം പോലും ഔസേപ്പച്ചന് പുച്ഛമായി. എല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു, പുറത്തു, എന്റെ മൂത്തവൾക്ക് വേണ്ടി. അങ്ങ് നീട്ടി തോന്നാം. ചേച്ചി ആസ്പത്രിയിലാണെന്ന്. എന്ത് പറ്റി മോളെ? വിഷം കഴിച്ചെന്ന്. മോളെ, ചേച്ചി. ഓമനെ, മോളെ, നീ എന്തിനാ ഇത് ചെയ്തത്? പറ മോളെ. മോളെ, അപ്പച്ചനോട് പറ മോളെ. പ്ലീസ് പുറത്തേക്കാൻ പറയും. മോളെ, അപ്പച്ചൻ ഇങ്ങോട്ട് വരൂ. പിന്നെ ഞാൻ കാണുന്നത് എന്റെ മകളുടെ ശവശരീരമാണ് സാർ. വസ്തുവിന്റെ പ്രമാണത്തെ ചൊല്ലി നിങ്ങൾ ഓസേപ്പച്ചനും തമ്മിൽ വഴക്കുണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ സംഭവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഓമന വിഷം കഴിക്കുന്നത്?
കുറച്ച് ദിവസം കഴിഞ്ഞു കാണും, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഭീരുക്കളല്ലേ സാധാരണ ആത്മഹത്യ ചെയ്യാറുള്ളത്. ഒരിക്കൽ നിങ്ങളുടെ മകൾ അതിന് ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ ഓമന ആത്മഹത്യ ചെയ്തതല്ല എന്ന് സംശയിക്കുന്നു. എന്താ അതിന് കാരണം? എന്റെ ഒരു മരുമകൻ ചാക്കോ പോലീസിലാണ്. അവനും ഉണ്ടായിരുന്നു ഈ കേസന്വേഷണത്തിന്. പലരുടെയും മൊഴികളിലും തെളിവുകളിലും അപാകതയുണ്ടെന്ന് സംശയം തോന്നിയ അവൻ ആ കാര്യം അന്ന് കേസന്വേഷിച്ചിരുന്ന വർമ്മ സാറിനോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് അവരെ ഈ കേസന്വേഷണത്തിൽ നിന്ന് മാറ്റിയത്. നാളെ വൈകുന്നേരം 7 മണിക്ക് ചാക്കോയോട് ഈ ഹോട്ടലിൽ വരാൻ പറയണം. റിസപ്ഷനിൽ എന്റെ പേര് പറഞ്ഞാൽ മതി. സാർ, ഇനി ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, തൽക്കാലം നിങ്ങൾക്ക് പോവാം. ശരി സാർ. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ. വേണമെങ്കിൽ ഒരു 90% തള്ളിക്കളയാം. അപ്പോൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? ഉം. വേണമെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു അന്വേഷണം കൂടെ നടത്തി ഫയൽ ക്ലോസ് ചെയ്യാമല്ലേ? വി വിൽ സപ്പോർട്ട് ദി ഫൈൻഡിങ്സ് ഓഫ് ദി സ്റ്റേറ്റ് പോലീസ്. വരട്ടെ സാർ. നാളെ വൈകിട്ട് ഞാനൊരു കോൺസ്റ്റബിൾ ചാക്കോയെ കാണുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ കറക്റ്റ് ആയിട്ട് പറയാം. മിസ്റ്റർ സേതുരാമൻ, റൂം നമ്പർ 302. താങ്ക് യു. ചാക്കോ അല്ലേ? അതെ സർ. വരൂ. വളരെ പേഴ്സണൽ ആയതുകൊണ്ടാണ് ചാക്കോയുടെ ഓഫീസിൽ വരാതെ ഈ ഹോട്ടലിൽ വരാൻ പറഞ്ഞത്. സിരാം, പേടിക്കണ്ട. ശരി, ഇതുപോലെയുള്ളൊരു കേസിൽ ഒരു പോലീസുകാരൻ ഇടപെട്ടാലുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും റെക്കോർഡ് ചെയ്യില്ല. ഒരു സ്റ്റേറ്റ്മെന്റിലും ചാക്കോ ഒപ്പിടുകയും വേണ്ട. ചാക്കോയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് തോമസും ആനിയും പറഞ്ഞു. ഇതൊരു കൊലപാതകമാണെന്ന് ചാക്കോയ്ക്ക് തോന്നുവാനുണ്ടായ പ്രൈം റീസൺസ് എന്തൊക്കെയാണ്? മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി. പോസ്റ്റ്മോർട്ടം നടന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കാണ്. രാത്രി 9:30 മണിവരെ കുമാരപുരം പഞ്ചായത്തിൽ മഴ പെയ്തിട്ടുണ്ട്. ഞാനന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ നിന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച് വീണ ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണങ്ങളാണ് സർ. പിന്നെ ഡോക്ടറുടെ മൊഴിയെടുത്ത SI ആണ്. മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞ 15 മണിക്കൂർ സർട്ടിഫിക്കറ്റിൽ 13 മണിക്കൂറായി കുറഞ്ഞു. പിന്നെന്തുകൊണ്ട് ഡോക്ടറോട് ഈ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചില്ല? ചോദിക്കേണ്ടി വന്നില്ല സർ. കറക്റ്റ്. ചോദിക്കേണ്ടവരെ അവർ ഒഴിവാക്കിയല്ലോ അല്ലേ? ഒരുപക്ഷെ യഥാർത്ഥമായി തന്നെ ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണെങ്കിലോ? ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല സർ. ഡോക്ടറുടെ ആദ്യത്തെ മൊഴി ഒരു അബദ്ധത്തിൽ പറ്റിയ സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യാണല്ലോ. സപ്പോർട്ട് ചെയ്യിച്ചതാകാൻ പാടില്ലേ സർ. വെൽ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ചാക്കോ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സർ. റിസപ്ഷൻ. ഞാൻ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ബില്ല് ഇങ്ങോട്ട് കൊടുത്തേച്ചേക്കും.
ചാക്കോ, ചാക്കോ പറഞ്ഞ ആ പോയിന്റ് നിലനിൽക്കുന്നതാണോ? പ്രത്യേകിച്ച് ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ളപ്പോൾ? ലീഗലായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റാണ് സർ. സോ യു ആർ ഇൻ ദ ഗെയിം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ സർ, പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്ന സംഭവം. ദാറ്റ് ഹാസ് ആക്സിലറേറ്റഡ് മൈ ഡൗട്ട്സ് ഇൻ ദിസ് കേസ്. പോലീസുകാരനാവുമ്പോൾ പല വിരോധങ്ങളും ഉണ്ടാവില്ലേ? ഉണ്ടാവാം സർ, പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലാവാൻ വഴിയില്ല. വെൽ ദെൻ യു പ്രൊസീഡ്. യെസ് സർ. സേതുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെ ആര് വേണം കൂടെ? ഐ പ്രിഫർ സർക്കിൾ ഇൻസ്പെക്ടർ ഹാരി ആൻഡ് സബ് ഇൻസ്പെക്ടർ വിക്രം. ഓക്കെ, സെന്റ് ഹാരി ആൻഡ് വിക്രം. അവിടുത്തെ DAG എന്റെ പഴയ സുഹൃത്താ. നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. ഹി വിൽ ഡു ദ നീഡ്ഫുൾ. സർ. വിക്രം, ഹാരി, Yes, sir. Sethu wants you to assist him in this case. What do you say? With pleasure, sir. Sethu, please carry on. താങ്ക് യു സർ. Now this is your property. ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട്. CBI ഈ കേസിൽ ഇടപെടുന്നത് ഒരിക്കലും ലോക്കൽ പോലീസിന് രുചിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നെനിക്കറിയാം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കണമെന്നുണ്ട്. അതിന് സാറിന്റെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. Of course, I will do my best. താങ്ക് യു സർ. ഇത് മിസ്റ്റർ ദേവദാസ്. ഇത് CBI DSP മിസ്റ്റർ സേതുരാമയ്യർ. സ്വാമിയാണല്ലേ? അതെ. അവിടെ ഇടൂ. ഫൈൻ, താങ്ക് യു.